ഈ പൈപ്പിന് നമുക്ക് ഒരേ വലിപ്പത്തിൽ 3 പീസാണ്. ഇവിടെ മുറിച്ചാൽ 1, 2, 3 പീസായി കുറച്ച് ബാക്കി വരും. ബാക്കി വരാതെ ഒരേ വലിപ്പത്തിലുള്ള 3 പീസാണ്. അതിനുള്ള മാർഗം 3 ആൾക്കാർ ഇതുകൊണ്ട് 3 റെഡിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതുവരെയുള്ള ഭാഗവും ഒരേ വലിപ്പമില്ല. കാരണം ഇവിടുത്തെ വരെയാണ് സമാന്തര വര. 1, 2, 3, 4. അപ്പൊ 3 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ ഇവിടെ മുറിക്കാം, അതുപോലെ ഇവിടെയും മുറിക്കാം. അപ്പൊ ഒരേ വലിപ്പത്തിലുള്ള 3 പീസായില്ലേ? 2 പീസാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കിച്ച് ഈ വരമ്പൊക്കെ എടുക്കണം. കേട്ടോ, കുറച്ച് കൊടുക്കാൻ നീക്കാം. അപ്പൊ അവിടെ ഒരേ വലിപ്പത്തിൽ ഇനി എവിടെ മുറിക്കണ്ടേ? ഒരു വര, രണ്ടാമത്തെ വര ഇവിടെ മുറിക്കാം. കേട്ടോ, ഇവിടെ മുറിച്ച് കഴിഞ്ഞാൽ ഒരേ വലിപ്പമുള്ള 2 പീസ് കിട്ടൂലേ? അപ്പൊ ഒരേ വലിപ്പമുള്ള 3 പീസാക്കാൻ നമ്മൾ കേട്ടി പോയി. 3 പീസാക്കണമെങ്കിൽ 1, 2, 3. ഇനി അല്ലെ ഒരേ വലിപ്പത്തിൽ 5 പീസാവും. ഇത് ഒരേ വലിപ്പത്തിൽ 4 പീസാക്കാം. അതെയോ? ഇവിടെ 4, ഇവിടെ 5 വരെ 6 വരെ 1, 2, 3, 4, 5, 6 വരെ. അപ്പൊ ഒരേ വലിപ്പത്തിൽ 5 പീസ് കിട്ടും. ഇനി നമുക്ക് 5 വരണ്ടുള്ളിൽ കൊടുക്കാം. അത് കേവലം 2, 3, 4 അല്ലെ? ഇപ്പൊ ഒരേ വലിപ്പത്തിൽ എത്ര പീസായി? 4 പീസായി. 4 പീസായി. അപ്പൊ തുല്യഭാഗം. ഇപ്പൊ 4 പീസായിട്ട് സെന്റർ ആക്കിയാണ് എളുപ്പം. ഇത് നമ്മൾ ഇവിടെ സെന്റർ എടുക്കും. 1:1. 1:1 ഭാഗം എവിടെ എടുക്കും? ഇവിടെ. അപ്പൊ 1:3 എവിടെ എടുക്കും? 1:3. ഇവിടെ കണ്ട് 1, 2, 3. 1:3 തന്നെ ഇവിടെ കട്ട് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ 2:3 ആക്കി കട്ട് ചെയ്യണം. 2:3 എന്ത് ചെയ്യാം? അപ്പൊ എത്ര പീസാണ് ആകെ? 2:3 5 പീസാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? 5 എണ്ണമാണ്. ഓക്കെ, 5 എണ്ണം വരുമ്പോ കറച്ച് പിടിച്ചോക്കെ. 5 എണ്ണം എടുക്കുന്നത് നേരെ പിടിച്ചായപ്പോ നേരെ പിടിച്ചേ. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കിട്ടി ഈ പോയിന്റ് 2:3 ആക്കണം. അപ്പൊ എവിടെ കട്ട് ചെയ്യണം? അറ്റത്ത് റെഡിയാ? അറ്റത്ത് റെഡിയാ? അവിടെ റെഡിയാക്കിച്ചേ. അവിടെ റെഡിയാണ് അറ്റത്ത്. റെഡിയാ? റെഡിയാ? റെഡി. 2:3. 2:3 എന്ന് പറയുമ്പോ ഇവിടെ എവിടെ കട്ട് ചെയ്യണ്ടേ? 2:3 2:3 എവിടെ കട്ട് ചെയ്യണ്ടേ? ഇവിടെ കട്ട് ചെയ്യണം. അപ്പൊ 2:3 ഇവിടെ കട്ട് ചെയ്യുമ്പോ ഇവിടെ നിന്നുണ്ട് 2 പീസും അവിടെ നിന്ന് 1, 2, 3. 2:3 ആണ് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സമാന്തര വരകൾ, പാരലൽ ലൈൻസ് ആണ്. 1, 2, 3, 4 ഈ സമാന്തര വരകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. ഇതാണ് ആ പേജിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന് വായിച്ചു നോക്കിയാലോ? അവർക്ക് വായിപ്പിക്കാൻ എല്ലാവർക്കും. അപ്പൊ പോയിരിക്കും.